പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന നമ്മുടെ അടുത്ത വീഡിയോ ആണ്. നിങ്ങളുടെ നാളെ 1199 കർക്കിടക മാസം 19-ാം തീയതി, അതായത് 2024 ഓഗസ്റ്റ് 3-ാം തീയതി ശനിവാരമാകുന്നു. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നന്നായി അറിയാമെന്ന് നാം കരുതുന്നു. കാരണം നിങ്ങൾ ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യം ശ്രദ്ധിക്കുന്നവരാണ്, സസൂക്ഷ്മം വീക്ഷിക്കുന്നവരാണ്. നാളെ കർക്കിടക മാസത്തിലെ പിതൃക്കളുടെ വാവുബലി ആചരിക്കേണ്ടുന്ന ദിനമാകുന്നു. അതിനാൽ നിങ്ങൾക്ക് നാളെയും മറ്റന്നാൾ ഞായറാഴ്ചയും വിശേഷിച്ച് ഒരു ശുഭമുഹൂർത്തങ്ങളും ഒന്നും തരാൻ കഴിയുകയില്ല. കാരണം നാളെ ചതുർദശിയാണ്, മറ്റന്നാൾ അമാവാസിയാണ്. ഒരു ശുഭകാര്യങ്ങളും നാം ചെയ്യാത്ത ദിനങ്ങളാകുന്നു ഈ ദിനങ്ങൾ. അമാവാസി പിതൃക്കളുടെ ദിനമാകുന്നു. അതിനാൽ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്ത് അവരെ സ്വർഗതിയിലേക്ക് നയിക്കുവാനുള്ള എല്ലാവിധ ക്രിയകളിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വ്യാപൃതരാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. നാളെ നക്ഷത്രം പുണർദ നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ പൂയം നക്ഷത്രവുമാകുന്നു. നാളെ കാലേ മുതൽ വൈകിട്ട് 4:30 സമയം വരെ ചതുർദശിയും 4:30 മണി മുതൽ അമാവാസിയുമാകുന്നു. അതിനാൽ ഈ വർഷം രാക്കൂടുന്ന സമയം നോക്കി പിതൃക്കളുടെ ബലി ചെയ്യുവാൻ ഏറ്റവും അനുകൂലമായ സമയമാകുന്നു നിങ്ങളുടെ നാളത്തെ ശനിയാഴ്ചയിൽ കാലത്ത് മുതൽ ഉച്ചക്ക് വരെയുള്ള സമയം. പക്ഷേ ഈ പിതൃകർമ്മം ചെയ്യുമ്പോൾ ഭൂസ്പർശം ഏൽക്കണമെങ്കിൽ ഭൂമിയുടെ ചെറിയ ഊഷ്മാവ്, ചൂട് അനുഭവിക്കുന്ന സമയത്താണ് ബലികർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും ഉത്തമം. അതിനാൽ നാളത്തെ ഉദയം 6:17 ആകുന്നു തൃശ്ശൂരിൽ. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സാമാന്യമായി സ്വീകരിക്കാവുന്നത് തൃശ്ശൂർ ഏകദേശം മധ്യഭാഗത്തായതുകൊണ്ട് തൃശ്ശൂരിലെ ഉദയമാകുന്നു. 6:17 മുതലുള്ള സമയം, പ്രത്യേകിച്ച് ചെറിയൊരു സൂര്യപ്രകാശമുള്ള സമയം, ഭൂമിയിൽ ഊഷ്മാവ് വരുന്ന സമയം 7 മണി മുതൽ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമുള്ള ദിനമാകുന്നു നാളെ. ഒരു തരത്തിലും കർക്കിടക മാസത്തിലെ വാവുബലി നിങ്ങൾ ഉപേക്ഷിക്കരുത്. കാരണം ദക്ഷിണായനം ആരംഭിക്കുന്ന മാസമാകുന്നു കർക്കിടകം. ദക്ഷിണായനം പിതൃക്കളുടെ 6 മാസങ്ങളും ഉത്തരായനം ദേവന്മാരുടെ മാസങ്ങളുമാകുന്നു. അതിനാൽ പിതൃകർമ്മം അനുഷ്ഠിക്കുക. നാളത്തെ ശനിയാഴ്ചത്തെ രാഹുകാലം കാലത്ത് 9:17 മുതൽ 10:47 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള സമയമാകുന്നു. അതിനാൽ നിങ്ങൾക്ക് കാലത്ത് 9:17 മുന്നിലുള്ള സമയവും അല്ലെങ്കിൽ 10:47 ശേഷം 2 മണി വരെയുള്ള സമയവും പിതൃകർമ്മങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കായി കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതകൾ, പ്രാർത്ഥനകൾ, പ്രാധാന്യം ഒക്കെ വിവരിച്ച വീഡിയോകൾ നിങ്ങൾക്കായി സമർപ്പിച്ചു കഴിഞ്ഞു. കർക്കിടക വാവുബലിയുടെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. അബ്ദീക്ഷാദി ലോപേന പ്രേതായാത പിശാചതാം സ്വജനാൻ ബാധമാനസ്തെ ചരന്തീതി ഖലു സ്മൃതി എന്നാണ് ശാസ്ത്രം പറയുന്നത്. വാർഷികമായി പിതൃക്കളുടെ കർമ്മങ്ങൾ, ബലികർമ്മങ്ങൾ, ശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കായിക മൂലം പിതൃക്കൾ പൈശാചിക ഭാവം സ്വീകരിച്ച് തൻ്റെ ബന്ധുക്കളെ, തൻ്റെ സന്താന പരമ്പരകളെ ബുദ്ധിമുട്ടിക്കുമെന്നാണ് ഇവിടെ ശാസ്ത്രം പറയുന്നത്. അതിനാലാണ് ഈ കർമ്മങ്ങളൊക്കെ നാം ചെയ്യുന്നത്. കോപപ്രേതസ്യ കുര്യാത് തനയ വിഹനനം ച ആമയാദീൻ അനർത്ഥാൻ തൽപ്രീത്യൈ പാർവണാദ്യം പിതൃഗണമനസ പ്രീണനം ശ്രാദ്ധകർമ്മം കുര്യാച്ച ക്ഷേത്രപിണ്ഡം തിലഹവനമപി ബ്രാഹ്മണാനാം ച ഭുക്തി പ്രീതാ പ്രേതാസ്ത്വമീഭിർ വിദദതി സകലാഹ സമ്പദ സന്തതിം ച. കോപിഷ്ഠരായ പ്രേതങ്ങൾ സന്താനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, രോഗങ്ങൾ ഉണ്ടാക്കുന്നു, അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. അതിനാൽ പ്രേതങ്ങളുടെ പ്രീതി സമ്പാദിക്കാനായി പാർവണാദ്യം അമാവാസി ദിനങ്ങളിൽ പിതൃഗണ മനസ്സ പ്രീണനം, പിതൃക്കളുടെ ഗണങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം. ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യണം, ക്ഷേത്രപിണ്ഡഗതി വരുത്തണം, തിലഹോമാദി കർമ്മങ്ങൾ ചെയ്ത് പ്രേതങ്ങളെ സന്തുഷ്ടരാക്കുക. അതിനുശേഷം ബ്രാഹ്മണന്മാർക്ക് അന്നദാനം ചെയ്യണം. ഇപ്രകാരം പ്രേതങ്ങൾ സന്തുഷ്ടരായാൽ എല്ലാ സമ്പത്തും തനിക്കും തൻ്റെ അനന്തര പരമ്പരകൾക്കും നൽകുമെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ അനുശാസിക്കുന്നത്.
അതുകൊണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ, ഈ സമയത്തെ വേണ്ട രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. പിതൃകർമ്മങ്ങൾ ചെയ്ത് അവർക്ക് മോക്ഷം നൽകി നമ്മുടെ പിതൃക്കളിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹാശിസ്സുകളും നമുക്ക് സ്വീകരിക്കാം. പിതൃകർമ്മശുദ്ധി നരജന്മ മുക്തി എന്നാണ് ആചാര്യർ നമുക്ക് നൽകിയിട്ടുള്ള വിലപ്പെട്ട ഉപദേശം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇത് ഫോളോ ചെയ്യുക. ഒരു നല്ല ദിനം, പിതൃകർമ്മങ്ങൾ ചെയ്യുവാനുള്ള അനുകൂലമായ അന്തരീക്ഷം നിങ്ങൾക്കെല്ലാം സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭമായ നല്ലൊരു നാളെയെ നേരുന്നു. നന്ദി, നമസ്കാരം.